അയ്യോ അമ്മ കിളച്ചപ്പോഴേ കപ്പയുണ്ടമ്മേ. മഴ പെയ്തതുകൊണ്ട് മണ്ണൊക്കെ നന്നായിട്ട് ഇളകി കിടക്കുക. ഒടിഞ്ഞു നിൽക്കമ്മേ അമ്മ. ഞാനും അമ്മയും കൂടെ ഞാൻ വീഡിയോ എടുക്കണം. ഒരു മിനിറ്റ്. പൊട്ടി കേട്ടോ. മണ്ണിൻ്റെ അടിയിലുണ്ട്. മമ്മട്ടി വേണോ? അയ്യോ അത് വലുതാ. ഒരെണ്ണല്ലേ പറ്റിയുള്ളൂ. ഒരെണ്ണേ പറ്റുള്ളൂ. ഇവിടെ തന്നെ കുഴിച്ച് വയ്ക്കാം. ഇതേ രണ്ടെണ്ണം. ഇല്ലല്ലോ. ആ രണ്ടെണ്ണേ പൊട്ടിയിട്ടുള്ളമ്മേ. അത് കപ്പയാണോ? ഒരു ചെവിടിന്നപ്പം എത്ര എണ്ണമാണ് കിട്ടിയത്? വെറുതെ കുത്തി വെച്ചതല്ലേ. വളവും ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. വളമൊന്നും ഇട്ടില്ല. അങ്ങനെ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് നല്ലൊന്ന് ഇവിടെ കുത്തി വെച്ച് മാന്തണം. ഒരൊറ്റ ചവിടിന് കിട്ടിയതാ. ഒരൊറ്റ ചെവിട് കപ്പ. ഇത് മതിയില്ലേ നമ്മൾ ഇത്രയും പേർക്ക്? ഒരെണ്ണം കൂടെ ഉണ്ട് മണ്ണിൻ്റെ അടിയിലോട്ട് കിടക്കുക. അത് ഇച്ചിരി വലുതാന്ന് തോന്നില്ലേ? അതങ്ങ് ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. കല്ലാണോ അമ്മേൻ്റെത്? ഇല്ല ഇത് അത് കപ്പയാണോ? ഇത് കപ്പയാ. ഇത് കപ്പയാ. വീണ്ടും പൊട്ടി. എത്ര എണ്ണം? 1 2 3 4 5 6 7 8 9 10 12 പീസ് കിട്ടി ഒരു ചെവിടിന്ന്. കൈ നോക്കാം. ഇനി അത് ഇതുപോലെ കുഴിച്ച് വയ്ക്കണം അല്ലേ? ചെവിട് വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും കുഴിച്ച് വെച്ചാൽ വീണ്ടും കപ്പ പിടിക്കും. മതിയോ? അത്ര അങ്ങനെ മുറിച്ചാൽ മതി. ഇത് ഫുള്ള് കളയണ്ടേ? ചെവിട് കപ്പയെല്ലാം പറിച്ചിട്ട് വീണ്ടും ആ കപ്പത്തിൻ്റെ ഒഴിച്ച് വെച്ചു. ഇത് അവൻ വന്ന് രാത്രി വന്ന് കിളയ്ക്കുമോ? ബ്രൂണോ മാന്തുവോ?
ഇട്ട് ഇനി 5-6 മാസം കഴിയുമ്പോൾ വീണ്ടും ഇതിൽ കപ്പ വരും. ഇന്ന് കപ്പ പുഴുകിയതും മീൻചാറും മീൻ കറിയും എല്ലാം വലിയ വലിയ പീസാണ്. വലിയ കപ്പയാണ് എല്ലാം. ഇതിപ്പോൾ നട്ടു വെച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി കാണും? 4 മാസമോ? 6 മാസം 6 മാസം. 6 മാസം കൊണ്ട് ഇത്രയും വലിയ കപ്പ. അച്ഛനുണ്ടായിരുന്ന സമയത്തൊക്കെ ഈ പറമ്പ് മുഴുവൻ കപ്പയായിരുന്നു. ഒരു പേരയ്ക്ക നമുക്ക് വിളഞ്ഞ് വരുന്നതേ ഉള്ളൂ. ഇത് വിളഞ്ഞിട്ടില്ല. കെട്ടിയിട്ടില്ലെങ്കിൽ കാക്ക കൊണ്ടുപോകും. പഴുത്തു ചുമന്ന് കിടക്കുക. മുകളിലൊക്കെ എല്ലാം നല്ല കളറ് വന്ന് കിടക്കുക. ഞാനും കൂടെ പിച്ചാത്തി എടുത്തോണ്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ വേഗം തീരത്തില്ല. മുഴുവൻ എടുക്കുന്നുണ്ടോ അമ്മേന്ന്? ഈ കപ്പ മുഴുവൻ എടുക്കുന്നുണ്ടോ? തൊലി കളയുന്ന കപ്പയൊക്കെ നല്ല നല്ല വെള്ളത്തിലോട്ട് ഇടും. ഞാനിത് കൊത്തിയരിയാം. മുമ്പ് കൊത്തിയരി വേറെ പാത്രം വേണ്ടേ? അല്ല, അതിനകത്തൊന്ന് കുത്തി. തൊലി പെട്ടെന്ന് നടന്ന് ഇതിനായിട്ട് വീഴുന്നുണ്ട്. ഞാനിതെല്ലാം കൊത്തി കൊത്തി എരിഞ്ഞിടുക. അമ്മ തൊലി കളഞ്ഞെടുക്കുന്നു. നല്ല വെള്ളത്തിൽ കഴുകണം അല്ലേ? വെള്ളം തിളച്ച് ഉപ്പിട്ടേ വെള്ളത്തിൽ ഇല്ലേ? ഉപ്പിടണ്ടേ? കപ്പ ഇട്ടതിന് ശേഷം ഉപ്പിടണം. അങ്ങനെ കപ്പ തിളച്ചതിന് ശേഷം ഉപ്പിട്ട് പിന്നീട് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ 2-3 പെരുംജീരകം എല്ലാം കൂടെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് കപ്പ ഊറ്റി അതിലോട്ട് മിക്സ് ചെയ്ത് ഞങ്ങൾ കഴിപ്പും തുടങ്ങി. അന്ന് ചൂരക്കറി ഉണ്ടായിരുന്നു, കപ്പയും ചൂരക്കറിയും. അതും നമ്മുടെ പറമ്പിൽ നമ്മൾ നട്ടു വളർത്തി പറിച്ചെടുത്ത കപ്പ കഴിക്കുക എന്ന് വെച്ചാൽ
ചുറ്റുമൊന്നും കാണാൻ പറ്റൂല സാറേ എന്ന രീതിയിലാണ് ഗീതമ്മയുടെ കഴിപ്പ്. അങ്ങനെ ഞാനും അമ്മയും കൂടെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞ് കപ്പ കഴിക്കുകയാണ് ഗൈസ്.